അല്ലയോ എൻ്റെ മുസ്ലിം സഹോദരിമാരെ, നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരാൻ പോകുന്ന വിരുന്നുകാരനെ കുറിച്ച് നിങ്ങൾ ആരും അറിഞ്ഞില്ല? ഷടാ, എന്ത് കഷ്ടമായി പോയി. ഒരു കത്തിലൂടെ പ്രതീക്ഷേട്ടൻ അറിയിച്ചിരുന്നു. അതേന്നേ, നമ്മുടെ പ്രതീഷ് വിശ്വനാഥേട്ടനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കൂടി ധർമ്മ സംസ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിലെത്താൻ പോകുന്നു. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. ഒരു കസേര ഇട്ട് കൊടുത്ത് അദ്ദേഹത്തിന് സ്വീകരിക്കണം. അദ്ദേഹം കത്തിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, പെണ്ണുടലുകളും കൂടി അദ്ദേഹത്തിന് വേണമെന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അപ്പൊ അതിന് സന്നദ്ധമായിട്ടുള്ള ആരൊക്കെയാണെന്ന് വെച്ചാൽ അറിയിക്കണം. ഏതായിരുന്നാലും ചേട്ടൻ നമ്മളോട് കത്തിലൂടെ എന്താണ് അറിയിച്ചതെന്ന് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. മുസ്ലിം സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇനിയും മടിച്ചു നിൽക്കാതെ ഓരോ ഹിന്ദുവും സനാതന ധർമ്മ സംരക്ഷണ യുദ്ധത്തിൽ പങ്കാളികളാകുക. യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയാണ്. കുതിരപ്പുറത്തൊന്നുമില്ല കേട്ടോ, നടന്നാ വരുന്നത്. വേണ്ട വേണ്ട, അധികം ചെത്തണ്ട. ഇപ്പൊ തന്നെ നാട്ടിൽ പെമ്പിള്ളാർക്ക് വഴിയെ നടക്കാൻ നിവർത്തിയില്ലാന്ന് പരാതിയുണ്ട്. ചേട്ടന്റെ ഒരു പൊട്ടി ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ. ഈ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ നാം ചെയ്യുന്നത് എന്തും ധർമ്മമാണ്. ശത്രുക്കൾക്കെതിരെ, അഥവാ നമ്മളെ പോലെ സാധാരണ മുസ്ലിമുകളൊക്കെ അവരുടെ ശത്രുവാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. അദ്ദേഹത്തിന്റെ ഹിന്ദുക്കളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിന്ദുക്കളുടെ ശത്രു എന്നല്ല, പ്രതീക്ഷേട്ടന്റെ മനോഭാവമുള്ള കുറെ ആളുകളുടെയും ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെയാണ്. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ആ ധർമ്മ സംരക്ഷണ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുന്നത് എന്തും അത് ധർമ്മമാണെന്ന് അവർ പറഞ്ഞു. അവരുടെ സമ്പത്ത് വകകൾ, അതെ, നമ്മുടെ വീടും കുടുംബവും കോടാലിയും നമ്മുടെ പാത്രങ്ങളും ഒക്കെ അവർക്ക് എന്ത് വകയിരുത്താൻ കഴിയും. അതൊക്കെ ധർമ്മത്തിന്റെ ഭാഗമാണ്. സാറാ ആന്റപ്പന്റെ ആരെങ്കിലും ആണോ? എന്റെ ഫ്രണ്ടാ, അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമകളൊക്കെ പറയാറ്. ശേഷം പറയുന്നത്, പെണ്ണുടലുകൾ എല്ലാം ധർമ്മയുദ്ധ പോരാളികൾക്കുള്ള ഭാരതാംബയുടെ സമ്മാനമാണ്. അതായത് എൻ്റെ പ്രിയപ്പെട്ട ഇത്തമാരെ, അപ്പൊ പ്രതീക്ഷേട്ടനും കൂട്ടരും ഒക്കെ വരുന്ന സമയത്ത് പെണ്ണുടലുകൾ അത് ഭാരതാംബ അവർക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രതീക്ഷേട്ടന് മുസ്ലിം സ്ത്രീ ഉടലുകൾ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടാ? അപ്പൊ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അതൊരു ധർമ്മത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ? എനിക്കൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നിലവിൽ മുസ്ലിം സമൂഹത്തിന് ധാരാളം മക്കളുള്ളതും പ്രതീക്ഷേട്ടനടക്കമുള്ള ആളുകൾക്ക് 1 2 പിള്ളേരുള്ളതെന്നുള്ള സങ്കടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ആവശ്യം വന്ന മക്കൾ വേണ്ടേ? അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അതിന് നമ്മുടെ ദണ്ഡ വേണ്ടേ? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കയറിയ ഞങ്ങളുടെയൊക്കെ ഉമ്മമാരെ കയ്യിൽ ഇതുപോലത്തെ കറുപ്പിച്ചാത്തി ഉണ്ടാവും. നല്ല മൂർച്ചയായിരിക്കും. നിന്റെ ഇന്ന് വരെ വെള്ളം തൊടാത്ത ഊഞ്ഞാണ്ടി ഉണ്ടല്ലോ, ഇതുണ്ടതേ ഉമ്മമാര് ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. ഇതുപോലെ കഷ്ണിച്ച് വീട്ടിലോട്ട് വിടും. ഇനിയും അതിൽ കുണഞ്ഞ പരിപാടിയായിട്ട് എന്റെ മുമ്പിൽ വന്ന നിന്റെ നെഞ്ചത്ത് എലഞ്ഞിത്തറ മേളം കൊട്ടിഞ്ഞ കൊരങ്ങ് മോറൻ. എടാ കോമാളി കരയാൻ പാടില്ല, ചത്താലും കരയാൻ പാടില്ല. പിന്നെ ഈ വിലാപം മരിക്കുന്നവർ അവസാനിക്കത്തില്ല. മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പിള്ളേരെ കണ്ട് സങ്കടപ്പെടേണ്ടവരും നമുക്കിട്ട് പിള്ളേരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മര്യാദക്കൊക്കെ ആയാൽ കൊള്ളാം. പറഞ്ഞേട്ടാ, വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അഭിപ്രായങ്ങളും വിയോജിപ്പുകളും ഒക്കെ മാന്യമായിട്ടാകണം. മുസ്ലിം സ്ത്രീയുടെ ഉടലുകൾ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. നീ എവിടെങ്കിലും ഒരു ശാഖയുടെ മൂലക്കിരുന്ന് നീ ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിക്കുന്നതിനപ്പുറത്തേക്ക് നീ കൈവച്ച പ്രതീക്ഷ കൂട്ടയിരുന്നുകൊണ്ട് നീ ഇതൊക്കെ പറയുള്ളൂ. ഞങ്ങൾക്കറിയാം. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ദി. ഇവിടെ പാവപ്പെട്ട ഹിന്ദു അതിന് സന്നദ്ധമാകത്തില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ള പാരസ്പര്യത്തോടു കൂടി എല്ലാ സമൂഹത്തോടും ഇഴകിച്ചേർന്ന് ജീവിക്കുകയാണ്. നീ ഈ പാവപ്പെട്ട മനുഷ്യരെ മൂപ്പിച്ചിട്ട് നീ ഊട്ട കയറിയിരിക്കും. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ പെണ്ണുടൽ വേണമെങ്കിൽ നീ നേരിട്ട് ഇറങ്ങടാ. കൂടുതലായി ഞാൻ വല്ല ഡയലോഗും പറയണു. എന്തിന്? അല്ല, ഒരു ഒറിജിനാലിറ്റിക്ക്. അപ്പം കാണാം, നിന്റെ പൂഞ്ഞാണ്ടി ഉണ്ടാകുന്ന അപ്പം കാണാം. അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവന്മാര് എന്താ ചെയ്യ? എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.